ചില സമയത്തുണ്ടല്ലോ ഞാൻ ഓർക്കുവേ, എന്തിനു വേണ്ടി, എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം? എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇപ്പം മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് വചനം കേൾക്കാതെ തന്താങ്ങളുടെ വഴിക്ക് പോയത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നില്ല. അങ്ങനെ തന്താങ്ങളുടെ വഴിക്ക് പോയാലും ദൈവത്തിന് വേണമെങ്കിൽ തുടച്ച് മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു. ദൈവം അങ്ങനെ ചെയ്തില്ല. റിപ്പയർ ചെയ്തെടുക്കാനാണ് നോക്കിയത്. ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന് റിപ്പയർ ചെയ്ത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ എൻ്റെ കണ്ണൊക്കെ നിറയെ ശരിക്കും. എന്താണെന്നറിയാമോ? ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളെ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും, ആദത്തിൻ്റെ മകൻ സേത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് അത് നിങ്ങൾ കടിച്ചു പോകരുത്, ആ ഫിഗറെ കടിച്ചു പോകരുത്. മനുഷ്യ പ്രകൃതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദത്തിൻ്റെ മകൻ സേത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ സേത്തിൻ്റെ ഇങ്ങനെ എടുത്തു പോകേണ്ട കാര്യമില്ല. മനുഷ്യപ്രകൃതി, ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമ്മിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത്. ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം മനുഷ്യാവതാരത്തിലൂടെ പങ്കുകാരനാക്കുകയും ആ മനുഷ്യപ്രകൃതിയെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തത്. അല്ല വേറെ ഒരു സൃഷ്ടി നടത്തില്ല ദൈവം. അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണതേ.